സംസാരിച്ചിട്ടില്ല കൂടുതൽ, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി. ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് കൈയെല്ലാം. പിന്നെ ഞാൻ കുറേ ഇതൊക്കെ ഇനി പറയാം എന്ന് ഉദ്ദേശിച്ചാലും ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിനൊന്നും ഒന്നും പറയാനില്ല. പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് എടാ മന്ത്രി എന്ന് വിളിച്ചോട്ടെ. അതിനപ്പുറം എനിക്കൊന്നും പറയില്ല. എന്ത് പറയും? വേണ്ട വേണ്ട. അത് വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടില്ലേ, അത് സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ് സുരേഷിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നല്ല ഒരു സ്നേഹമുള്ളതാണ്. വഴക്കുണ്ടാക്കിയാലും പിറ്റേ ദിവസം എനിക്ക് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുതരും, ഗ്ലാസ് മേടിച്ചു തരും, ബ്രേസ്ലെറ്റ് മേടിച്ചു തരും, അതൊക്കെ ചെയ്യും. കൂടുതൽ പറയാനില്ല, എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹത്തെക്കുറിച്ച് എന്താണ്. പിന്നെ അദ്ദേഹം സൂപ്പർ സ്റ്റാർ ആയി ഒരു സിനിമയിൽ എത്തിയപ്പോൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള മഹാഭാഗ്യം എനിക്ക് കിട്ടി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളെല്ലാവരും മനസ്സിലാഗ്രഹിച്ച കാര്യം സഫലമായിരിക്കുകയാണ്. ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം. അത് നടന്നു. അതിനപ്പുറം അദ്ദേഹം മന്ത്രിയായിട്ട് വരണം എന്നുള്ളത് നമ്മൾ മനസ്സിൽ സ്വകാര്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. അതും സഫലമായിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ഫിലിം ഫ്രട്ടേണിറ്റി അദ്ദേഹത്തിനെ ഇവിടെ തന്നെ ആദരിക്കുകയാണ്. അക്കൂട്ടത്തിൽ ഒരു ട്രസ്റ്റി എന്ന രീതിയിൽ എൻ്റെ കൺഗ്രാജുലേഷൻസ് അദ്ദേഹത്തിന് അറിയിക്കുകയാണ്. കൂടാതെ കുറച്ച് മുമ്പ് സുരേഷിലൂടെ പറയുന്നത് കേട്ടു, വർഷങ്ങളോളം ഇണങ്ങിയും പിണങ്ങിയൊക്കെയാണ് ഒരു സിനിമ നിർമ്മാണത്തിൽ സുരേഷ് ഗോപിയായിട്ട് പോയിട്ടുള്ളതെന്നാണ്. അതേപോലെ തന്നെ എനിക്കും അങ്ങനെ കുറേ അനുഭവങ്ങൾ സുരേഷായിട്ടുണ്ട്. അപ്പോൾ നീട്ടി പറയാൻ കുറേ കഥകൾ പറയാനുണ്ടാവും. ഒന്നും പറയുന്നില്ല, കാരണം അത്രയും ഒരു ശുദ്ധനായ മനുഷ്യൻ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. പറയാനുള്ളത് അപ്പം മൗത്ത് നോക്കി പറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം നമ്മുടെ ഇടയിൽ ഒരു വൻ വിജയം നേടിക്കൊണ്ട് നമുക്കെല്ലാവർക്കും അഭിമാനത്തിൻ്റെ ഒരു കൊടുമുടിയിൽ നമ്മളെ എല്ലാവരും എത്തിച്ചിരിക്കാൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം. പിന്നെ സുരേഷ് കഴിഞ്ഞ പ്രാവശ്യം തൃശ്ശൂരിൽ ഇലക്ഷനിൽ നിന്നപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിൽ സൂപ്പർ സ്റ്റാറാണ്, രാഷ്ട്രീയത്തിലും അദ്ദേഹം സൂപ്പർ സ്റ്റാറായിട്ട് വരണം എന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ അന്നത്തെ കാലത്ത് കുറേ പൊങ്കാല ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി സുരേഷ് ഗോപി ചിലപ്പോൾ അവർ തോൽവിക്ക് ശേഷം വേണ്ട, ഇനി രാഷ്ട്രീയം വേണ്ടെന്ന് വയ്ക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യം നമ്മൾ കണ്ടു. അദ്ദേഹം വീണ്ടും ഇലക്ഷനിൽ തന്നെ നിന്നു, വിജയിച്ച് നമ്മുടെ മുന്നിൽ, നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് നിൽക്കുന്നു. സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഇനി ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സുരേഷ് ഗോപി എന്ന് പറയുന്ന സുരേഷ് ഏട്ടൻ്റെ റിസൾട്ട് ടി വിയിൽ കണ്ട ദിവസം, കാരണം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാം, ഒന്നിനെയും ഭയക്കാതെ ചാനൽ ചർച്ചകളിൽ പോയി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ശ്രീ സുരേഷ് കുമാർ എന്നോട് എപ്പോഴും പറയും, വിനു ഇതാണ് നമുക്ക് ആവശ്യം, അതുകൊണ്ട് വിനുവിന് എന്ത് തോന്നുന്നോ അതെല്ലാം പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ജനൻ ടി വിയിലൂടെ ഞാൻ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചാൽ അതിൻ്റെ ഗുണം അവിടുത്തെ നാട്ടുകാർക്കും, മറ്റാരെങ്കിലും ജയിച്ചാൽ അവരുടെ വീട്ടുകാർക്കും എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി. എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹം ജയിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞു. പക്ഷേ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു, വിനു സുരേഷാണ്. 13 മിനിറ്റ് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ നാടിനോടുള്ള ആ ഒരു ആത്മാർത്ഥത എല്ലാം ഞാൻ മനസ്സിലാക്കി. ശരിക്കും ഇത് നമ്മുടെ ഒരു പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഫിലിം ഫ്രട്ടേണിറ്റിയുടെ അഭിമാനം തന്നെയാണ് കേട്ടോ. കാരണം തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നതിൽ, കാരണം നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ അതിലേക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഫലം കിട്ടുമ്പോഴാണല്ലോ നമുക്ക് സന്തോഷമുണ്ടാവുക. അതും ഇതുപോലെ നന്മയുള്ള ഒരു ചെറിയ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ശ്രീ M.A. നിഷാദ് ഡയറക്റ്റ് ചെയ്തൊരു കൊച്ചു പടം, കാരണം അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കുറേ പടങ്ങൾ ചെയ്തു. അതിനകത്ത് ഗസ്റ്റായിട്ട് അഭിനയിക്കണം. ഒന്ന് വിനു പോയി കഥ പറയാൻ പറഞ്ഞ് ഞാൻ പോയ ദിവസം ആറന്മുള പൊന്നമ്മ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പുള്ളി അത്യാവശ്യമായിട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയി, രാധിക വിനുവിന് ചോറ് കൊടുക്കണം, ഉണ്ടിട്ട് പോയാൽ മതി. അങ്ങനെയൊന്നും മലയാളത്തിൽ ഒരു താരങ്ങളും ഇന്ന് വരെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫാമിലി ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാജിയൊക്കെ അറിയാം, ഞങ്ങളൊക്കെ കുട്ടിക്കാലം പോലെ ഇദ്ദേഹമായിട്ടൊക്കെ ഒരു ബന്ധം വെച്ചിട്ട് ഞാൻ പറയണം, ആ ഒരു നന്മ ജയിക്കണമെന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പരസ്യമായി സംസാരിച്ചത്. പക്ഷെ ഒന്നുകൂടെ പറയാം,
മലയാള സിനിമയിൽ ഒരുപാട് അഭിനേതാക്കളുണ്ടെന്ന് മനസ്സിലായത് അദ്ദേഹം ജയിച്ചതിന് ശേഷമാണ്. താങ്ക് യു. ശരിയാണെങ്കിൽ ന്യൂസ് എന്ന ചിത്രത്തിൽ രാജാമണിയുടെ ഒരു പാട്ടിലാണ് ഞാൻ സുരേഷിന് ആദ്യമായിട്ട് പാടുന്നത്. അതുകൊണ്ട് ഒരുപാട് ബന്ധങ്ങൾ, കാരണം കുടുംബപരമായിട്ടും അല്ലാതെയും ഒരുപാട് ബന്ധങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തന്നെ സുരേഷ് 83-ൽ ആദ്യമായിട്ട് എന്നെ സിനിമയിൽ കൈപിടിച്ചു കൊണ്ടുവന്ന വ്യക്തി. പിന്നീട് മുമ്പിലിരിക്കുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അവരെല്ലാവരും തന്നെ എനിക്ക് തന്ന പാട്ടുകൾക്ക് നന്ദി പറയുന്നു. പിന്നെ പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായ നമ്മുടെ എല്ലാം സ്വന്തം സുരേഷ് ഗോപി, ഹി ഡിസർവ്സ് ഇറ്റ്. അതാണ് ഒറ്റ വാക്കേ ഉള്ളൂ. അദ്ദേഹം അതിന് അർഹനാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിജ്ഞാനം എനിക്ക് മനസ്സിലായ ഒരു നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം MB ആയിരുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷിൽ, അതും തപ്പിയുള്ള ഇംഗ്ലീഷല്ല, നല്ല അതിമനോഹരമായിട്ടുള്ള എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷിൽ ഒരു തീപ്പൊരി പ്രസംഗം ഡൽഹിയിൽ നടത്തിയത് കണ്ടിട്ട് ഞാൻ സുരേഷിനെ വിളിച്ചു പറഞ്ഞു, സുരേഷിന് MB സ്ഥാനമല്ല വേണ്ടത്, മന്ത്രിസ്ഥാനമാണ് വേണ്ടത്. അന്ന് തൊട്ട് ഞാൻ മിക്കവാറും സുരേഷിനെ വിളിക്കാറുണ്ട്, ആവശ്യങ്ങൾക്കല്ല, പല ആശയങ്ങളും കൈമാറാനും പല രസകരമായ കാര്യങ്ങൾ പറയാനും. ഇപ്പം ഞാനൊരു 15-10 ദിവസം മുമ്പ് വരെ വിളിച്ചു. അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ നല്ല പ്രവർത്തനങ്ങളും നമുക്ക് ഇന്ത്യക്ക്, പൊതുവെ ഇന്ത്യക്കും മാത്രമല്ല നമ്മുടെ മലയാള സിനിമയ്ക്കും മലയാള സിനിമയിലെ പ്രവർത്തകർക്കും ബാക്കിയുള്ള കേരളത്തിലുള്ള എല്ലാ സാധാരണക്കാർക്കും പ്രയോജനപ്പെടും, അല്ലെ അദ്ദേഹം അവരുടെ കൂടെ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തുടക്കം മുതൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആശംസകളും ആരോഗ്യ സമ്പദ് സമൃദ്ധിയോടുകൂടി ഇനി ഒരുപാട് നാളുകൾ ജനങ്ങളെ സേവിക്കാനുള്ള ഇതിനും ഉപരിയുള്ള സ്ഥാനങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പൻ അത് നൽകിയിരിക്കും. നന്ദി, നമസ്കാരം.